ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ഒരു വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പി ആയിട്ടാ. അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു പാസ്തയുടെ റെസിപ്പി ആട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം കുറച്ച് ബോൺലെസ് ചിക്കൻ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക. ഇതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ. ആ സമയത്ത് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 3 കളറിലുള്ള ക്യാപ്സിക്കമാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ക്യാപ്സിക്കം കട്ട് ചെയ്യുന്നത് നീളത്തിലാണ് കേട്ടോ. നമ്മൾ പാസ്തയ്ക്ക് റെഡിയാക്കുന്നതെല്ലാം വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യുന്നത് നീളത്തിൽ തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കണേ. ക്യാപ്സിക്കം ഒക്കെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുക്കുന്നത് ബ്രൊക്കോളിയാണ്. ഭയങ്കര ടേസ്റ്റ് ആട്ടോ നമ്മൾ പാസ്തയിലൊക്കെ ബ്രൊക്കോളി ഇടുമ്പം. അപ്പോൾ അങ്ങനെ അത് കൈ കൊണ്ട് തന്നെ അടുത്തിയാണ് ഇത് ഞാൻ ഇടുന്നത് കേട്ടോ. അങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ റെഡി ആയിട്ട് നമുക്ക് ഇനി പാസ്ത വേവിച്ചെടുക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും വെച്ചിട്ട് നമ്മൾ പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊരു 10 മിനിറ്റോളം നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കാവേ. അതിന് വേണ്ടി കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. നല്ലപോലെ മുരിച്ചങ്ങ് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചിക്കൻ ബട്ടറിൽ റെഡിയാക്കി എടുക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. പിന്നെ നമുക്ക് സൺഫ്ലവർ ഓയിലും റെഡിയാക്കി എടുക്കാം. എന്നാലും ടേസ്റ്റി ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബട്ടർ തന്നെയാണ് കേട്ടോ. അത് ചിക്കൻ ഒരു ഷാലോ ഫ്രൈ ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കട്ടാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്ത് ഈ വെജിറ്റബിൾസും ജസ്റ്റ് ഒന്ന് ഒരുപാട് വഴറ്റി എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എല്ലാം ഒന്ന് കുക്കാകുന്ന രീതിയിൽ നമ്മളിത് റെഡിയാക്കി എടുക്കുക. ഇതിലേക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് വെജിറ്റബിൾസിന് മാത്രമായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ പാസ്ത ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി വെക്കാം കേട്ടോ. അങ്ങനെ ചിക്കനും വെജിറ്റബിൾസും കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കുക്കാക്കി എടുത്താൽ മതിയാകും കേട്ടോ. ഇനി നമുക്ക് മെയിനായിട്ട് റെഡിയാക്കി എടുക്കേണ്ട വൈറ്റ് സോസാണ്. വൈറ്റ് സോസ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ട് നന്നായിട്ടങ്ങ് യോജിപ്പിച്ചെടുക്കുക. ഞാൻ 2 തവണകളായിട്ടാട്ടോ ഇതിനകത്ത് ബട്ടർ ആഡ് ചെയ്യുന്നത്. മൈദയുടെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ ഈ ബട്ടറിലിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് തന്നെ അത് യോജിപ്പിച്ച് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് മെയിനായിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ പാലാട്ടോ. ഞാൻ 2 ഗ്ലാസ് പാലാട്ടോ ഒഴിക്കുന്നത്. ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുക്കുമ്പം ഒരുപാട് കുറുകി പോവുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഒരു 1/2 ഗ്ലാസും കൂടെ പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ
ഒരു രീതിയിൽ കുറുകി വന്നാൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ അത് മിക്സാക്കി കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വളരെ കുറച്ച് അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന പാസ്തയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെയും വെജിറ്റബിൾസിൻ്റെയും മിക്സും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ അങ്ങ് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മൊസറല്ല ചീസും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോയിൽ അത് എടുക്കാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ. അങ്ങനെ നല്ലതുപോലെ തന്നെ മിക്സാക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് 3 മിനിറ്റ് കുക്കാക്കി എടുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പം ഇങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാസ്തയുടെ റെസിപ്പി നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള റെസിപ്പി കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം. അസ്സലാമു അലൈക്കും.